ഹലോ നമസ്കാരം, ഞാൻ അജന ചിത്രല്ലേ. ഇന്ന് അച്ഛനും അമ്മയും അനിയനും പിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ട് ഒരു സ്ഥലത്ത് വന്നു. എവിടെയാണെന്ന് അറിയണ്ടേ? കൊല്ലത്തെ ആശ്രമ മൈതാനത്ത് ഇതുപോലൊരു വലിയ ടൈറ്റാനിക്കിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ വലിയ ടൈറ്റാനിക്ക് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ചാടി ഓടി നമ്മൾ അതിനകത്ത് കയറി ചെന്ന് ഇവിടെ ഒരു ബോർഡ് കണ്ടു, DJ അമ്യൂസ്മെൻറ്റ്സ് പ്രസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ. ടൈറ്റാനിക്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ കയറിയിട്ടില്ലാത്തത് കൊണ്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ രാവിലെ ഞങ്ങളുടെ റൂം ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഈ റൂമല്ല കേട്ടോ, മാറിപ്പോയി. കപ്പലോടിക്കുന്ന കപ്പിത്താനിരിക്കുന്ന റൂമിലെത്തി. ഒരു ചക്രം കറക്കിയിട്ടിട്ടുണ്ട്. ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനത് തൊട്ടില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞ് ഈ ആശ്രമവേദന മൊത്തം ലൈറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. നല്ല ഭംഗിയായിരുന്നു സംഭവം. നല്ല ഭയങ്കര സെറ്റപ്പൊക്കെയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ കപ്പൽ യാതൊരു സുരക്ഷിതവും അല്ലാതെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ട 4 കടയിലാണ് ഇരിക്കുന്നത് മൊത്തം. ഇത്രയും ചെയ്തപ്പോൾ ആ ഭാഗം കൂടെ അവർക്കൊന്നും മറക്കായിരുന്നു. പിന്നെ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ കൂടുതൽ ഉൾവശങ്ങളിലേക്ക് പോവുകയാണ്. ജാഗ റോസുമൊക്കെ ഓടിച്ചാടി നടന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതിൽ സെറ്റിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നടുക്കൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അടിപൊളി. ഈ ബഹളത്തിനിടയ്ക്ക് അഖിലി എന്ന് കാണിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഇനി അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ടൈറ്റാനിക് പടത്തിൽ ഈ ഒരു സീൻ കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. റോസ് അവിടെ കിടക്കുന്നു, ജാക്ക് ഇവിടെ നിന്ന് പടം വരയ്ക്കും. എന്ത് നല്ല സീനായിരുന്നല്ലോ. ഫോട്ടോ സെക്ഷന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ടൈറ്റാനിക്കിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ ഇരിക്കുന്നത് കണ്ട് ഇവിടെ എത്തിച്ചേരുന്നവരെല്ലാം അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ഇതെന്താ, അച്ഛനൊന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. വേറൊരു സ്ഥലത്ത് ടൈറ്റാനിക്ക് മുങ്ങിയപ്പോൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജാക്കിൻ്റെ റോസിൻ്റെ ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഗുണാക്കേവ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി ഒരു ഗുണമില്ലാത്ത കേവായിരുന്നു. ആ പോളിഫോമൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. ടെക്സ്ചറൊന്നും വലിയ രീതിയിൽ അടിച്ചിട്ടില്ല. പുതിയ ഫെസ്റ്റിവൽ കാണുന്ന കാര്യങ്ങളായിരുന്നു ബാക്കിയെല്ലാം കണ്ടത്. പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.